Welcome to Pharmacology Simplified by Martin. Today we are discussing about beta-lactam antibiotics. So ഇവിടെ ഞാനൊരു സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ഇത് പെൻസിലിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ ആണ്. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന എ ആൻഡ് ബി. ഈ എ എന്നുള്ളത് തയാസോളിഡിൻ റിംഗ് ആൻഡ് ബി എന്നുള്ളത് ഈ 4 മെമ്പേർഡ് റിംഗ് ആണ് ബീറ്റ-ലാക്ടം റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിംഗ് സിസ്റ്റം, അതായത് ഈ 4 മെമ്പേർഡ് റിംഗ് സിസ്റ്റം പ്രസന്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ്, അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ബീറ്റ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെൻസിലിൻ മാത്രമല്ല, വി ഹാവ് സെഫാലോസ്പോറിൻസ്, കാർബപ്പീനംസ് ആൻഡ് മോണോബാക്ടംസ് ഓൾസോ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെൻസിലിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ മൈക്രോബയോളജിയിലൊക്കെ ബാക്ടീരിയൽ സെല്ല് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ, അതിൽ തന്നെ സെൽ വാൾ. ആ സെൽ വാൾ എന്ന് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കൊണ്ടാണ് ബാക്ടീരിയൽ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. സോ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ ആണെന്നുണ്ടെങ്കിൽ സെൽ വാള് ഔട്ടറാണ്, അതിന് ശേഷമാണ് നമുക്ക് സെൽ മെംബ്രെയിൻസ് വരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഗ്രാം നെഗറ്റീവ്, ഔട്ടർ ഒരു ലെയർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു നാരമായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കാനും അതിന് ശേഷമാണ് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങളിവിടെ നോക്കുക. ഞാൻ ഈ സെൽ വാൾ എന്നുള്ളതിനെ കുറച്ചുകൂടെ സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയൽ സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. ഈ പെപ്റ്റിഡോഗ്ലൈക്കാൻ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മാഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കുറച്ച് ഓൾട്ടർനേറ്റിംഗ് അമിനോ ഷുഗേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതിന് നമ്മൾ നാഗ് എന്ന് ഷോർട്ടായിട്ട് പറയും. ദാറ്റ് ഈസ് N-അസെറ്റൈൽ മുറാമിക് ആസിഡ് ആൻഡ് N-അസെറ്റൈൽ ഗ്ലൂക്കോസമിൻ. സോ ഇത് തമ്മിൽ ക്രോസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്രോസ് ലിങ്കിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയും. ഞാൻ ഷോർട്ടായിട്ട് TP എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പെപ്റ്റിഡേസ്. അപ്പോൾ ആ ഒരു എൻസൈമാണ് ഇതിൻ്റെ ക്രോസ് ലിങ്കിങ് അല്ലെങ്കിൽ ട്രാൻസ്പെപ്റ്റിഡേഷൻ എന്ന് പറയുന്ന ആ റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പെൻസിലിൻ എന്ത് ചെയ്യും, ഈ ട്രാൻസ്പെപ്റ്റിഡേസ് ഇതിൽ വന്ന് ബൈൻഡ് ചെയ്തുകൊണ്ട്, ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് എന്താ പറയുക, ഇതിനെ തന്നെ നമ്മൾ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ എന്നും പറയും. അപ്പോൾ അവിടെ ഒന്ന് ബൈൻഡ് ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്പെപ്റ്റിഡേഷൻ റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ബാക്ടീരിയൽ സെൽവാൾ സിന്തസിസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ സെൽവാൾ അതിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം, ബാക്ടീരിയക്ക് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ റിജിഡിറ്റി, ഇൻറ്റഗ്രിറ്റി ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെൽവാൾ സിന്തസിസ് ബ്ലോക്ക് ആകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, അതിൻ്റെ സെൽവാൾ വീക്കൻ ആവും. സോ ഫൈനലി സെൽ ലൈസിസ്, അതിന് നമ്മൾ ബാക്ടീരിയസിഡൽ ആക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇൻ ഷോർട്ട് നമുക്ക് പറയുവാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, പെൻസിലിൻസ് ആക്ട്സ് ഓൺ ബാക്ടീരിയൽ സെൽവാൾ പെപ്റ്റിഡോഗ്ലൈക്കാൻ. സോ ബൈൻഡിങ് ടു പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. ഈ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസിലാണ് ട്രാൻസ്പെപ്റ്റിഡേസ് ഉള്ളത്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യും, ക്രോസ് ലിങ്കിങ് നടക്കത്തില്ല, സെൽ വാൾ വീക്ക് ആവും. സോ ഫൈനലി സെൽ ലൈസിസ്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെൻസിലിൻ ജി ആണ്. ദ ഫസ്റ്റ് പെൻസിലിൻ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബെൻസൈൽ പെൻസിലിൻ. ഇതിന് ആ ഒരു ടൈമിൽ ഐ തിങ്ക് സെക്കൻഡ് വേൾഡ് വാർ ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് എക്സാക്ട്ലി, നല്ലൊരു ഇൻവെൻഷൻ തന്നെയാണ്. ബട്ട് ഓൾസോ ദ സെയിം ടൈം ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ആസിഡ് ലെബൈൽ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം ഓറലി ഇത് എഫക്റ്റീവ് അല്ല, നമ്മൾ ഇൻട്രാമസ്കുലർ അല്ലെങ്കിൽ IV റൂട്ടൊക്കെ ആയിരിക്കും കൊടുക്കേണ്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അപ്പോൾ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, റിപ്പീറ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. അടുത്തത് നാരോ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി, സ്പെഷ്യലി അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവിനെതിരെ മാത്രമേ ഉള്ളൂ. ബിക്കോസ് അതിൻ്റെ ഔട്ടർ ലെയർ ആണ് പെപ്റ്റിഡോഗ്ലൈക്കാൻ കൂടുതലുള്ളത്, അതുകൊണ്ട് അതിനെതിരെ മാത്രമേ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പെൻസിലിനേസ്. ആ ഒരു എൻസൈം ഈ പെൻസിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യും. നെക്സ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഈസ് അനഫൈലാക്സിസ്. ഇറ്റ്സ് എ സഡൻ, നമ്മൾ കേട്ടിട്ടുണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ, ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ പേഷ്യൻ്റ് ഡെത്തായി. ഇറ്റ്സ് ബിക്കോസ് ഓഫ് അനഫൈലാക്സിസ്. ഒരു റാപ്പിഡായിട്ട് ബ്രോങ്കോ കൺസ്ട്രിക്ഷനും സ്വെല്ലിംഗ് ഓഫ് ലിപ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വി ഹാവ് ടു ട്രീറ്റ് ഇമ്മീഡിയറ്റ്ലി വിത്ത് ഇഞ്ചക്ഷൻ അഡ്രിനാലിൻ ഇൻട്രാമസ്കുലാർലി, ഇഞ്ചക്ഷൻ ഹൈഡ്രോകോർട്ടിസോൺ IV ഇൻട്രാവീനസ്ലി ആൻഡ് ഇഞ്ചക്ഷൻ ഡൈഫൻഹൈഡ്രമിൻ. ഇതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് അനഫൈലാക്സിസിൻ്റെ. നെക്സ്റ്റ് ഇപ്പം നമ്മളൊരു മൊബൈൽ ഫോണിൻ്റെ കാര്യം പറയും പോലെ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മുടെ മൈൻഡിൽ നോക്കിയ വരുന്നുണ്ട്. അതിനുശേഷം അപ്ഡേഷനായി നോക്കിയ N73, ദെൻ ടച്ച്
ദെൻ അങ്ങനെ ഓരോരോ എന്താ അതിൽ അപ്ഡേഷൻ നടക്കുന്ന പോലെ ഈ ഒരു ബേസിക് പെൻസിലിൻ ജിയുടെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനാണ് പിന്നീട് വന്ന പെൻസിലിൻസ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ പെൻസിലിൻ. As we know, that is penicillin G. Next one, procaine penicillin. We know this procaine is a local anesthetic. അപ്പോൾ ഈ ഒരു പെയിൻ കുറക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ പെയിൻ കുറവായിരിക്കും, IM ആണ് പെൻസിലിൻ G നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബെൻസാത്തിൻ പെൻസിലിൻ. ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 weeks വരെ ആക്ഷൻ കിട്ടും. നമ്മൾ റുമാറ്റിക് ഫീവറിലൊക്കെ ഇപ്പോഴും കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ബെൻസാത്തിൻ പെൻസിലിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സെക്കൻഡ് വൺ, സെമി സിന്തറ്റിക്. അപ്പോൾ ഫസ്റ്റ് ആസിഡ് ലെബയിലായിരുന്നു നമ്മുടെ പെൻസിലിൻ G, അതായത് ഫസ്റ്റ് പെൻസിലിൻ. നമ്മൾ സെമി സിന്തറ്റിക് ആയിട്ട് നമ്മൾ സിന്തസൈസ് ചെയ്തെടുത്തു വാട്ട്, ആസിഡ് റെസിസ്റ്റന്റ് പെൻസിലിൻ, ദാറ്റ് ഈസ് പെൻസിലിൻ V. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിനോക്സിമെഥൈൽ പെൻസിലിൻ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ഒരു പെൻസിലിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പെൻസിലിനെ ഡിസ്ട്രോയ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പെൻസിലിനേസ് റെസിസ്റ്റന്റ് പെൻസിലിൻ. എക്സാമ്പിൾ മെഥിസിലിൻ ആൻഡ് ക്ലോക്സാസിലിൻ. ഇവിടെ നമ്മൾ പറഞ്ഞു പെൻസിലിൻ ജിക്ക് നാരോ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിൻസ്. എക്സാമ്പിൾ അമിനോ പെൻസിലിൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ കോമൺ ആയിട്ടുള്ള അമോക്സിസിലിൻ ആൻഡ് ആംബിസിലിൻ. ദെൻ കാർബോക്സി പെൻസിലിൻ, കാർബെൻസിലിൻ, ടിക്കാർസിലിൻ, ഇരിഡോ പെൻസിലിൻസ്. എക്സാമ്പിൾ പൈപ്രാസിലിൻ. സോ ഇങ്ങനെ കമ്പയർ ചെയ്ത് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. നെക്സ്റ്റ് ദ യൂസസ് ഓഫ് പെൻസിലിൻ. ഫസ്റ്റ് ഓൺ സ്ട്രെപ്റ്റോകോക്കൽ ലൈക്ക് ഒറ്റൈറ്റിസ് മീഡിയ, ബ്രോങ്കൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ്, സൈനസൈറ്റിസ് എല്ലാം നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. UTI, urinary tract infection, meningitis. Then STDs like syphilis, gonorrhea, bacillary dysentery, diphtheria, H. pylori, that is Helicobacter pylori, നമുക്കറിയാം അൾസറിൽ ട്രീറ്റ് ചെയ്യുന്നതാണ്. ദെൻ ക്ലോസ്ട്രീഡിയൽ ഇൻഫെക്ഷൻ. പിന്നെ ഇതിൻ്റെയും കോമൺ ആയിട്ട് അഡ്വേഴ്സ് എഫക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ അനഫൈലാക്സിസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ ഇപ്പോഴും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നിങ്ങൾക്കറിയാം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇൻട്രാഡെർമൽ അലർജിക് റിയാക്ഷനൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. എന്നാലും കോമൺ ആയിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്സിൽ പറയാവുന്ന കുറച്ച് അഡ്വൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് തന്നെയാണ്. ആൻഡ് സെക്കൻഡ് വൺ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്റ്റർബൻസസ് ലൈക്ക് നോസിയ, വോമിറ്റിംഗ്. സോ ഇത്രയാണ് പെൻസിലിനകത്ത് വരുന്നത്. താങ്ക് യു.